ഒരു തടവുകാരൻ രഹസ്യമായി ഒരു പഴയ പത്രം ഒളിപ്പിച്ചുവെച്ചു. അവർക്ക് കൊടുത്തിരുന്ന ഭക്ഷണം വേവിച്ച ഉരുളക്കിഴങ്ങ് വെള്ളം മാത്രമായിരുന്നു. ശക്തരായ തടവുകാർ പലപ്പോഴും ദുർബലരിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചു. ഈ തടവുകാരൻ ജോലിക്കിടയിൽ ഇടയ്ക്കിടെ പുറംലോകം കാണാൻ ശ്രമിച്ചുകൊണ്ട് ചുറ്റും നോക്കുമായിരുന്നു. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ അതൊരു സ്വപ്നം മാത്രമായിരുന്നു. അവൻ ആ ആഗ്രഹം ഉള്ളിലൊതുക്കി. ഒരു ദിവസം ഒരു വൃദ്ധനായ തടവുകാരൻ ജോലിക്കിടെ സംസാരിക്കുകയായിരുന്നു. ഒരു ക്രൂരനായ ഗാർഡ് അത് ശ്രദ്ധിക്കുകയും തൽക്ഷണം അയാളെ കൊല്ലുകയും ചെയ്തു. ഇവിടെ മരിച്ചവർക്ക് ശവപ്പെട്ടി പോലും നൽകിയിരുന്നില്ല. എല്ലാ ദിവസവും രാവിലെ തടവുകാരെ നേരത്തെ ഉണർത്താൻ നിർബന്ധിച്ചു. അവർക്ക് 4 മണിക്കൂർ ഉറക്കം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഉറക്കച്ചടവോടെ അവർ പ്രേതങ്ങളെപ്പോലെ നേരെ ജോലിക്കായി നടന്നു. ഒരിക്കൽ ഒരു തടവുകാരൻ വൃത്തിയാക്കലിന്റെ ഒഴികഴിവ് പറഞ്ഞ് ഒരു ഓഫീസറുടെ വീട്ടിൽ പ്രവേശിച്ചു. അവിടെ അവൻ കുറച്ച് ആപ്പിളുകൾ കണ്ടെത്തുകയും അവയിൽ ചിലത് മോഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് അവൻ ആ ആപ്പിളുകൾ ഒരു ചെറിയ ആൺകുട്ടിക്ക് നൽകി. എന്നാൽ ഗാർഡെല്ലാം കാണുകയും അവരെ 3 പേരെയും ശിക്ഷയ്ക്കായി പുറത്തേക്ക് വലിച്ചിഴക്കുകയും ചെയ്തു. അവരെ വരിയായി നിർത്തി. ഒരു മനുഷ്യനോട് തലയിൽ ഒരു ആപ്പിൾ ബാലൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവൻ അത് വെച്ച ഉടൻ ഒരു ജർമ്മൻ സൈനികൻ അവന്റെ തലച്ചോറ് വെടിവെച്ച് ചിതറിച്ചു. തുടർന്ന് മറ്റൊരാളോട് അതേപോലെ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അയാൾ അത് വെക്കുന്നതിന് പകരം ആപ്പിൾ കഴിച്ചു. സൈനികൻ അവനെ വെടിവെക്കാൻ തോക്കുയർത്തി. ആ നിമിഷം ഒരു ചെറിയ പയ്യൻ അലറി വിളിച്ചു. അത് തന്റെ തെറ്റാണെന്ന്, താനാണ് ആപ്പിൾ മോഷ്ടിച്ചതെന്നും അവൻ പറഞ്ഞു.